ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിപ്പോൾ അന്നദാനത്തെക്കുറിച്ചുള്ള ആ മഹാത്മ്യമേറിയ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അന്നദാനം മഹാദാനം ആണല്ലോ. അപ്പം ഈ അന്നദാനത്തെക്കാൾ മറ്റൊരു ദാനം ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ മഹത്വം നിറഞ്ഞ കഥയാണ്. അപ്പോൾ അന്നദാനം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ തൃപ്തി, ധനം, വസ്ത്രം, ഭൂമി, സ്വർണം ഒന്നും കിട്ടിയാൽ നമുക്കുണ്ടാവില്ല. അത് നമുക്ക് വീണ്ടും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. എന്നാൽ അന്നദാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, നമ്മളിലൊരു പുഞ്ചിരി ഉണ്ടാകും. അത് തരുന്ന ആൾക്ക് അനുഗ്രഹമായി വരുമെന്നുള്ളതാണ്. അപ്പം അന്നദാനം നടത്തുന്നത് വഴി ഒരാളുടെ ദാരിദ്ര്യവും കടവും മാറുമെന്നുള്ളതാണ്. കൂടാതെ കുടുംബത്തിൽ സമ്പത്ത്, സമൃദ്ധി, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ജീവൻ നിലനിർത്തുവാൻ ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് അന്നദാനത്തിലൂടെ. അന്നദാനം മറ്റു ദാനത്തേക്കാൾ മഹത്തരമാണെന്ന് പറയുന്ന ഒരു മഹത്തരം നിറഞ്ഞ ആ വാക്യം ശിവപുരാണത്തിലെ ആ അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യജതുരംഗ സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനീ സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടി കന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാനസ്വമാനം. ഇതാണ് ശ്ലോകം. ഇതിന്റെ അർത്ഥം അന്നദാനത്തെ പ്രകീർത്തിക്കുന്നത്, അതായത് 1000 കൊമ്പനാനകൾ, 1000 പടക്കുതിരകൾ, 1 കോടി പശുക്കൾ, നവരത്നങ്ങൾ പതിച്ച അനവധി സ്വർണ്ണാഭരണങ്ങൾ, പാത്രങ്ങൾ, സമുദ്രങ്ങൾ, ഭൂമി എന്നിങ്ങനെ നിരവധി ദാനങ്ങൾ ചെയ്താലും അതൊന്നും അന്നദാന ഫലത്തിന് തുല്യമാകില്ല എന്നാണ്. ഈ മഹത്തരമായ സന്ദേശം നമുക്കെല്ലാവർക്കും ഉൾക്കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം.